രാധാകൃഷ്ണൻ ഈ ഹൈദരാബാദുകാരനായ ഒരു ഡോക്ടർ, അയാൾ MBBS പഠിച്ചത് ചൈനയിലാണ്. അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യദ്, 35 വയസ്സ്, താടിയൊക്കെ നീട്ടിയ അല്ലേ. അപ്പോൾ അയാളെ ഗുജറാത്ത് ATS ആണ് പിടിച്ചത്. അയാളെ പിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഈ ആവണക്കിൽ നിന്ന് റൈസിൻ എന്ന് പറഞ്ഞ വിഷം എക്സ്ട്രാക്ട് ചെയ്യുന്ന പരിപാടി ചെയ്തുകൊണ്ടിരുന്നതാണത്. ഈ ആവണക്കിൻ്റെ വിഷം, ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഈ ആവണക്കിൽ നിന്ന് റൈസിൽ നിന്നുള്ള വിഷം ഇയാൾ എടുത്തിരുന്നത് ഈ കാഫിറുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ് അയാളത് ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ ഈ റൈസിൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് പല ഭാഗത്തും ഈ വലിയ ചാരസംഘടനകളൊക്കെ വധശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നതാണ് ഈ റൈസിൻ എന്ന് പറഞ്ഞ വിഷം. ചെറിയ കൊടയിലൊക്കെ റൈസിൻ വെച്ചിട്ട് ഈ കൊട കൊണ്ട് കാലിൽ കുത്തി ഒരു ബൾഗേറിയൻ ചാരനെ കൊല്ലാനുള്ള, വിമതനെ കൊല്ലാനുള്ള ശ്രമം. ഒബാമയ്ക്ക് റൈസിനിൽ കത്ത് അയച്ചിട്ടുണ്ട്. അത് പിന്നെ വഴിക്ക് വെച്ച് പൊട്ടിച്ചതുകൊണ്ട് ഒബാമ രക്ഷപ്പെട്ടു. ട്രംപിനെ റൈസിൻ കൊണ്ട് ആക്രമിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ഈ റൈസിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇയാളുടെ നിന്ന് 4 കിലോ കണ്ടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ആവണക്ക്. ഇയാളെ പിടികൂടിയത് കൊണ്ട് ലക്ഷക്കണക്കിനല്ലേ ആളുകൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ, കോടിക്കണക്കിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇത് ക്ഷേത്രങ്ങളെ ഇയാൾ ഉന്നമിച്ചിരുന്നു. പ്രസാദത്തിൽ അതിലെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇയാളുടെ കൂടെ ഈ അതിമാരകമായ വിഷമാണ്. 4 കിലോ ആവണക്കിൻ്റെ കുരു ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടി, 4 കിലോ ആവണക്കെണ്ണ കിട്ടി, 8 കിലോ വരുന്ന ചണ്ടിയുണ്ട്. ഈ റൈസിനുണ്ടാക്കുന്നത് ഈ ചണ്ടിയിൽ നിന്നാണ്. അതെ, ആവണക്കെണ്ണ ഔഷധമാണ്. അതെ, ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. ആവണക്കെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞുള്ള ചണ്ടിയിൽ നിന്നാണ് റൈസിൻ ഉണ്ടാക്കുന്നത്. ഈ റൈസിനാണ് ഇയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നറിയാമോ? ഈ റൈസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ടല്ലോ, പ്രഷർ കുക്കർ അങ്ങനെയുള്ള, അത് ഉപയോഗിച്ചിട്ട് റൈസിൻ ഉണ്ടാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 3 പേര് ഇയാളെ സഹായിക്കാനുണ്ടായിരുന്നു. ഒന്ന് ആസാദ് സുലൈമാൻ ഷേഖ്, 2 മുഹമ്മദ് സുഹൈൽ, 3 മുഹമ്മദ് സലീം ഖാൻ അസിസ്റ്റൻസാണ്. ഇനി ഇത് റൈസിൻ്റെ വേറൊരു കാര്യമുണ്ട്. റൈസിൻ വായുവിലൂടെ വരും, ശരീരത്തിൽ കയറ്റാൻ പറ്റും, ഭക്ഷണത്തിൽ കയറ്റാൻ പറ്റും. ഇനി ഇതിന് വേറൊന്നു കൂടിയുണ്ട്. ചന്ദനത്തിരി, സാമ്പ്രാണിത്തിരി, കർപ്പൂരം, വിളക്കെണ്ണ, നെയ്യ്, പാല്, ശർക്കര, പഞ്ചസാര, അവിൽ, ഇങ്ങനെ നമ്മുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളിലും റൈസിൻ കലർത്തി വിടാൻ പറ്റും. അപ്പോൾ ഈ റൈസിൻ കലർത്തി വിട്ട് കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പ്രസാദം വാങ്ങി കഴിക്കുന്നവർ ഹിന്ദുക്കളായിരിക്കും, മുസ്ലിങ്ങൾ കഴിക്കില്ല, ക്രിസ്ത്യാനികളും കഴിക്കില്ല. അപ്പോൾ ഹിന്ദുക്കളെ മാത്രമായിട്ട് വ്യാപകമായി വകവരുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി അനുസരിച്ചിട്ട് ആരെല്ലാം റൈസിൻ ഇയാളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഇതൊരു മാരക കാളകൂടത്തേക്കാൾ മാരകമായ വിഷമാണ്. ഈ വിഷം ഇയാൾ ആർക്കൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇനി കേരളത്തിൽ ഇതിനൊരു പ്രത്യേക സാങ്കത്യം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദേവസ്വങ്ങളിലും നമ്മുടെ ക്ഷേത്രങ്ങളിലും ഈ സാധനങ്ങൾക്ക് ടെൻഡർ എടുത്തിട്ടുള്ളത്, വിളക്കെണ്ണയ്ക്ക് ടെൻഡർ എടുത്തിട്ടുള്ളത്, സാമ്പ്രാണിക്ക് ടെൻഡർ എടുത്തിട്ടുള്ളത്, പിന്നെ ചന്ദനത്തിരിക്ക്, ഇങ്ങനെയുള്ള കുങ്കുമം, ഇതിനെല്ലാത്തിനും ടെൻഡർ എടുത്തിട്ടുള്ളവർ നല്ലൊരു ശതമാനം പേര് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രം ആകണമെന്നുമില്ല. കാരണം ഇതര സമുദായങ്ങളിൽപ്പെട്ടവർക്കും പണം കൊടുത്തു അവരെ ഇത് പ്രേരിപ്പിച്ചിട്ട്, ഇപ്പോൾ ഏതൊരു വിളക്കെണ്ണയുടെ ചരിത്രം ഇടക്കിടക്കൊക്കെ വരാറുണ്ട്. ആ വിളക്കെണ്ണയിൽ ഇത് വെച്ചാലും മതി, വിളക്കെണ്ണ കത്തിക്കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് പറയുന്ന ശ്വസിച്ചിട്ട് രോഗികളായിട്ട് മാറും. അപ്പോൾ ഹിന്ദുക്കളെ രോഗികളാക്കി മാറ്റാനും കൊല്ലുന്നതിനും വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണിത്. അത് ക്യൂറില്ല, മറുമരുന്നില്ലാത്ത ഒരു വിഷം ആണത്. അത് വന്നു കഴിഞ്ഞാൽ
ഒന്നുകിൽ നിത്യരോഗിയായി കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ മരിക്കേണ്ടി വരും. ഇതിലേത് എന്നുള്ളതാണ്. ഒരു സമുദായത്തെ ഒരു മതത്തിൽപ്പെട്ട ജനങ്ങളെ മുഴുവൻ ആ രീതിയിൽ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ജിഹാദ് പ്ലാൻ ചെയ്തതാണത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു കാര്യമുള്ളത്, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രസാദത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന വിളക്കെണ്ണ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ശർക്കരയും പഞ്ചസാരയും അടക്കമുള്ള നെയ്യും അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ റൈസിൻ കലരാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ഒരു സംവിധാനം ഉടനെ ഉണ്ടാക്കണം. കാരണം ഇതിനിപ്പോൾ അത് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഏതൊരു പൂവ് ഇല്ലേ അമ്പലങ്ങളിൽ മറ്റേ പ്രസാദത്തിനോ മാല കെട്ടാനോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബോധം കെടും മരിച്ചു. അരളി അരളി എന്ന് പറഞ്ഞിട്ടല്ലേ, അതിനൊക്കെ ഉടനെ നടപടി ഉണ്ടായി തിരുവിതാംകൂർ. പക്ഷെ ഇത് വന്നിട്ട് ഇത്രയും ദിവസമായി ആരെങ്കിലും എടുക്കുന്നുണ്ടോ? ഈ ദേവസ്വത്തിന് വേറെ എന്താ പണി മനസ്സിലായില്ലേ? സ്വർണം കെക്കല്. അതെ, ശ്രീകോവിലിന്റെ വാതില് കൊണ്ടുപോവുക, കട്ടളപ്പാളി കൊണ്ടുപോവുക. എന്നിട്ട് അത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ റൈസിൻ പദ്ധതി ഒരു ജിഹാദിക്കുണ്ടെങ്കിൽ പാർട്ടിക്ക് പദ്ധതികളുണ്ട്. വാസു കൊളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു 2 തവണ. അയാളെ വെക്കുക, പത്മകുമാറിനെ വെക്കുക, ഇല്ലേ? ഇങ്ങനെ പത്മകുമാറിനും വാസുവിനും വിശ്വാസവും ഇല്ല. അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർ ഹിന്ദുക്കളല്ല. പത്മകുമാർ ഹിന്ദു അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ഹിന്ദു ആകാൻ കഴിയുന്നത്? പറ്റില്ലല്ലോ. അപ്പോൾ ഇവരാരും ഹിന്ദുക്കളല്ല. അപ്പോൾ ഹിന്ദു വിരുദ്ധരായിട്ടുള്ളവർ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസിൻ്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന പ്രസാദം, ആ പ്രസാദത്തിൽ വിഷവിമുക്തമാണ് ആ പ്രസാദം എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഉടൻ തന്നെ ദേവസ്വങ്ങൾ ഏറ്റെടുക്കണം. കാരണം നമ്മുടെ നാടാണ്. ഇത് ശ്വസിച്ച് ഇത് സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ച് അത് ശ്വസിച്ച് കഴിയുമ്പോൾ സാമ്പ്രാണി ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഇതിനകത്ത് എന്തെല്ലാം ഇതിനൊന്നും ഒരു ക്വാളിറ്റി ടെസ്റ്റ് ഇല്ല. ക്ഷേത്രങ്ങളിൽ അവരെടുക്കുന്നത് വെച്ചാൽ ലോവസ്റ്റ് ടെൻഡറാണ് എടുക്കുന്നത്. ഈ ലോവസ്റ്റ് ടെൻഡർ എടുക്കുന്നതെന്നല്ലാണ്ട് അതിൻ്റെ ക്വാളിറ്റി അഷ്യൂറൻസ് ചെയ്യാനായിട്ട് ഒരു ഘട്ടത്തിലും ഇതില്ല. തിരുപ്പതി ലഡുവിന്റെ 250 കോടി ഇല്ലേ? 250 കോടിക്ക് തിരുപ്പതി വ്യാജ എന്ന് വെച്ചാല് പശു ഇല്ല, പാലും ഇല്ലാത്ത നെയ്യ്, ഒന്നുമില്ല, ഡയറി ഇല്ല. ഇതിപ്പോ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടരുന്ന ഉദാസീന ഭാവം, ആ ഉദാസീന ഭാവം ഈ പ്രസാദത്തിൽ കൂടി വിഷം കലരുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിലാണ് കാണേണ്ടത്. പക്ഷേ അതിനെ ഏതെങ്കിലും തരത്തിൽ ഗൗരവത്തിൽ കാണുന്നതായിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ദേവസ്വം ബോർഡിൽ ആരും പറഞ്ഞു ഞാൻ കേട്ടില്ല. ദേവസ്വം മന്ത്രി ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. രാധാകൃഷ്ണൻ, ഈ കുഴിമന്തി എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലേ, ഒരു അരളി കഴിച്ച ഒരു പെൺകുട്ടി മരിച്ച എന്നാണ് അന്ന് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. മറ്റേ കടിച്ചിട്ട് അരളിയുടെ ഇല കടിച്ചിട്ട് കുഴിമന്തി കഴിച്ചിട്ട് ഇഷ്ടം പോലെ ആളുകൾ. അല്ല, ഷവർമ്മ മരിച്ചിട്ട്. ഷവർമ്മ. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ ചൈനീസ് ഡോക്ടർ ഉണ്ടല്ലോ, ആ ചൈന ഡോക്ടർ ഒരു ഷവർമ്മയുടെ കട നടത്തിയിരുന്നു. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ഹൈവേയുടെ എല്ലാ ഓരങ്ങളിലും കൂണുപോലെ ഷവർമ്മ മുളച്ചു വന്ന് ഒക്കെ പരിശോധിക്കേണ്ടതല്ലേ? എത്ര പേരാണ് ഷവർമ്മ കഴിച്ച് മരിച്ചു പോകുന്നത്? ആ ഷവർമ്മ കഴിച്ച് മരിച്ചു പോകുന്നവർക്ക് ആകെ കൊടുക്കുന്ന പേര് ഫുഡ് പോയിസൺ എന്നാണ്. ഏത് തരം പോയിസണാണ് അതെന്നുള്ളതിനെക്കുറിച്ച് ഒരു പരീക്ഷണം നടന്നിട്ടുണ്ടോ, പഠനം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല. അത് പോയിക്കോട്ടെ, അതിപ്പോൾ ഷവർമ്മ കഴിക്കാൻ ആഗ്രഹമുള്ളവൻ പോയാൽ മതി. പക്ഷേ ക്ഷേത്രത്തിലെ പ്രസാദം അങ്ങനെയല്ല. പ്രസാദത്തിൽ റൈസിൻ കലർത്തി കൊടുക്കാൻ ഒരു പദ്ധതി ഉണ്ടാകുകയും ആ പദ്ധതിയുടെ ഭാഗമായി ഈ കൊടും വിഷം ഉണ്ടാക്കുകയും ചെയ്തതിന് തെളിവുകൾ കിട്ടിയിട്ടും കേരളത്തിലെ ഒരൊറ്റ ക്ഷേത്രവും ഒരൊറ്റ ദേവസ്വവും ഇതിനെക്കുറിച്ച് ഗൗരവത്തിലെടുത്തിട്ടില്ല. കളറും ഇല്ല, മണവും ഇല്ല, അങ്ങനത്തെ ഒരു സംഗതി അറിയാൻ പറ്റില്ല ഈ സാധനം. അപ്പോൾ ഈ ചന്ദനത്തിരിയിലും ഈ സാമ്പ്രാണിത്തിരിയിലും കർപ്പൂരത്തിലും ഒക്കെ ഇതുണ്ടെങ്കിൽ നമ്മൾ കർപ്പൂരം കത്തിച്ച് ആഴി വരുന്ന സമയത്ത് നമ്മൾ ഉടനെ അതിങ്ങനെ ശ്വസിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ കാര്യം തീർന്നു. നിങ്ങൾ ഈ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കർണാടകയിൽ നിന്ന് വരുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു
വിളക്കണ്ട അല്ല, ഉം. ചന്ദനത്തിരി ചന്ദനത്തിരി. ബ്രാൻഡ്. ആ ഈ ഇത് സൈക്കിൾ ബ്രാൻഡ് അത് ഉണ്ടാക്കുന്നത് വേറെ മതത്തിൽപ്പെട്ടവരാണ്, മുസ്ലിങ്ങളാണ് ഉണ്ടാക്കുന്നത്. മുസ്ലിങ്ങളാണ്. അല്ല അതൊക്കെയാണ് ഇവിടെ. അത് ലോവസ്റ്റ് ടെൻഡർ എന്നും പണ്ട് ഇവിടെ എടുത്തു വെച്ചിട്ട് ഇത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാൻ എന്ത് സംവിധാനമാണ് ദേവസ്വത്തിനുള്ളത്? എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ യാഥാർത്ഥ്യം ഒന്നുമില്ല. ഗുരുവായൂരിലുണ്ടോ സംവിധാനം? ഒരു സംവിധാനവും ഇല്ല. അവിടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എടുത്ത് നോക്കണം. ഒട്ടും പ്രൊഫഷണൽ അല്ല അവിടെ. അല്ല, പ്രൊഫഷണൽ ആകരുതെന്ന്, ദേവസ്വം പ്രൊഫഷണൽ ആകരുതെന്ന് ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നിർബന്ധം. ആകെ എനിക്കുള്ള വിവരം അവിടെ വേറെ ആളുകളൊക്കെ ഈ വിളമ്പുമൊക്കെ ചെയ്യുന്നത്. ഭക്ഷണം ഉണ്ടാക്കലല്ല, പാചകമല്ല, ആ വിളമ്പ് പഴയ ഗ്രൂപ്പിന് കൊടുക്കാൻ പോകുന്നു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അത് നടക്കാൻ പോകുന്നു. അല്ല, അവർ ഭക്ഷണം ഉണ്ടാക്കട്ടെ, നമുക്കതിനകത്ത് വിരോധമില്ല, ആരെങ്കിലും ഉണ്ടാക്കട്ടെ. അല്ല, ഞാൻ ഈ അടുത്ത് കണ്ടൊരു കാര്യമുണ്ട് ഇതുമായിട്ടിപ്പോൾ. ഈ ഇവിടുത്തെ വള്ളസദ്യ ഇല്ലേ, ആറന്മുള, ഈ പ്രാവശ്യം അവിടെ വള്ളപ്പാട്ടുകാരുടെ ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഞാനാണ്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറഞ്ഞ്, സാറേ വള്ളസദ്യ കഴിക്കാതെ പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടേ ഇരുത്തി. വലിയ തിരക്കാണ് വള്ളസദ്യക്ക്. അപ്പോൾ ഈ ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയിൽ ആദ്യം ഇട്ടേക്കുന്നത് ഒരു കാർഡാണ്. അപ്പോൾ ഞാൻ ആ കാർഡ് എടുത്ത് നോക്കിയപ്പോൾ ഒരു കേറ്ററിംഗുകാരുടെ ഇതാണ് സംഭവം. എന്താണെന്നറിയാമോ? ഈ വള്ളസദ്യ അവിടെ ഉണ്ടാക്കിയല്ല, 10-100 വരുന്ന കേറ്ററിംഗുകാർക്ക് ഇത് കരാറ് കൊടുത്തേക്കാണ്. അവരാണ് വള്ളസദ്യ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വള്ളസദ്യയുടെ പേരിൽ ഏതെല്ലാം ഐറ്റം വേണോ ആ ഐറ്റമൊക്കെ അവരുണ്ടാക്കിയാണ്. വായിൽ വെക്കാൻ കൊള്ളാത്ത ഭക്ഷണമാണ് ഞാനന്ന് കഴിച്ചത്. കാരണം ഈ രീതിയിൽ ഒട്ടും ശ്രദ്ധയില്ലാതെ, ഈ രീതിയിൽ ഒട്ടും പ്രൊഫഷണൽ അല്ലാതെ, ഒട്ടും ഹൈജീനിക് അല്ലാത്ത, ഒട്ടും ഇത്തരത്തിലുള്ള ക്വാളിറ്റി അഷ്യൂർ ചെയ്യാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്നത്. ഈ റൈസിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ പ്രസാദത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ റൈസിൻ വിഷമില്ല എന്ന് ഉറപ്പ് വരുത്താനെങ്കിലും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. ജയകുമാറിന്റെ ശ്രദ്ധയ്ക്ക് അല്ലേ ശബരിമല? ജയകുമാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. അല്ല, റൈസിൻ ലേബ സുഗന്ധം ഉണ്ടാകാൻ പാടില്ല. അല്ല, അതെ, ജയകുമാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം എന്തെല്ലാം പദവിയിൽ ശബരിമലയിൽ ഇരുന്ന് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഈ ശബരിമലയിലെ കളവ് നിർത്താൻ വേണ്ടി, അവിടുത്തെ കൊള്ള നിർത്താൻ വേണ്ടി, അവിടുത്തെ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ജയകുമാർ ചെയ്തതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ജയകുമാർ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ കരുതേ വേണ്ട. വെറുതെയാണ്. അടുത്തോൺ പറ്റിക്കഴിഞ്ഞിട്ടും 13 കൊല്ലമായിട്ട് റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയുടെ അതേ റാങ്കിൽ ശമ്പളം മേടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാളിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കാൻ പോകുന്നത്? അപ്പോൾ ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ മന്ത്രി ഇതിനകത്ത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈസിനില്ലാത്ത പ്രസാദം, വിഷം കലരാത്ത പ്രസാദം ഭക്തർക്ക് കൊടുക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.